ലേറ്റസ്റ്റ് വർക്ക് എമ്പുരാനാണ്. എമ്പുരാന്റെ പോസ്റ്റർ ആനന്ദിന്റെ ആണ് ഗൈസ്. പടത്തിലുള്ള സ്റ്റില്ലാണ്. വേറൊന്നും പറഞ്ഞില്ലേ രാജുവേട്ടൻ? വേറെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇറങ്ങിയ നിമിഷം തൊട്ട് ഇത് ആണ്, ഇത് വേറെ സ്റ്റോക്ക് ഇമേജസ് വെച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്ന് ഭയങ്കരമായിട്ട് ഇൻബോക്സിലൊക്കെ വന്ന് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്കറിയാം എന്താണെന്നുള്ളത്, പക്ഷെ നമുക്കൊന്നും അധികം പറയാനൊന്നും പറ്റില്ലല്ലോ. എന്താണ് ആനന്ദിനെ ഒരു പൃഥ്വി ഫാൻ ആക്കിയത്? എന്താണ്? പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത്. ലാലേട്ടൻ ജീപ്പിലിരിക്കുന്ന ഒരു സ്റ്റില്ലുണ്ട് ലൂസിഫറിൽ. അതിലേതോ ഒരു പൊളിറ്റീഷ്യന്റെ മുഖം വെട്ടി വെച്ചിട്ട് അവരെ ക്യാമ്പയിന് ഉപയോഗിച്ചു. കടുവയ്ക്ക് പൃഥ്വിരാജ് ജീപ്പിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു സ്റ്റില്ലുണ്ടായിരുന്നു, അതും കുറെ ഇലക്ഷൻ ക്യാമ്പയിന് പോയി. അയ്യപ്പനും കോശിയുടെ പോസ്റ്റർ എടുത്തിട്ട് ഡേവിഡ് വാർണർ ക്രിക്കറ്റ് ലീഗിന് സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തലയൊക്കെ വെട്ടി. പുള്ളി തന്നെ ആ പോസ്റ്റർ ഉപയോഗിച്ച ഒരു കല്യാണത്തിന് ഇരിക്കുമ്പോഴാണ് കോള് വരുന്നു. ഞാൻ ഇങ്ങനെ ബിരിയാണിയൊക്കെ തിന്നോണ്ടിരിക്കുക കൂട്ടുകാരായിട്ട് നോക്കിയപ്പം പൃഥ്വിരാജ് കോൾ. ഞാൻ എണീറ്റ് ഓടി. അപ്പൊ ഞാൻ ടൈറ്റിൽ ഞാൻ എഴുതി അയച്ചു തരാം, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ടിഷ്യൂ പേപ്പറിൽ പുള്ളി ഒരു സാധനം എഴുതി ഇങ്ങനെ അയച്ചു തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ലൂസിഫർ. ഞാൻ സത്യം പറഞ്ഞാൽ ബോധം പോയില്ലെന്നേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതിന്റെ ലുക്കും ഫീലും എക്സൈറ്റ്മെന്റും നമുക്ക് തരുന്ന ഒരാളാണ് ഇന്നത്തെ ക്രൂ ക്ലബിലിരിക്കുന്നത്, ആനന്ദ് രാജേന്ദ്രൻ. ആനന്ദ്, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു. എന്തൊക്കെ? സുഖം. ലേറ്റസ്റ്റ് വർക്ക് എമ്പുരാനാണ്. എമ്പുരാന്റെ പോസ്റ്റർ ആനന്ദിന്റെ ആണ് ഗൈസ്. അപ്പോൾ എമ്പുരാന്റെ ആ പോസ്റ്റർ ഉണ്ടായ കഥ പറയാം. അതിനകത്ത് ഹെലികോപ്റ്ററും ഹോളിവുഡ് പടത്തിൽ കാണുന്ന ഹെലികോപ്റ്ററൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ പോസ്റ്റർ ഉണ്ടായ കഥ പറയും. ഇല്ല, പോസ്റ്റർ ഉണ്ടായ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ രാജുവേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. ഒരു കുറച്ച് ദിവസം മുമ്പേ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു സ്റ്റിൽ അയച്ചു തരാം, ആ സ്റ്റില്ലൊന്ന് വർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വിടണം, പോസ്റ്ററായിട്ട് വിടണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ അതിലുണ്ട്, സ്റ്റില്ലിലുണ്ട്. റെയിലാണ്, പടത്തിലുള്ള സ്റ്റില്ലാണ്. അതെ, സിനിമയുടെ സ്റ്റില്ലാണത്. അതെ അതെ. വേറൊന്നും പറഞ്ഞില്ലേ രാജുവേട്ടൻ? വേറെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പോസ്റ്ററിനെ പറ്റി പൃഥ്വിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററിലുള്ളത് ഒന്നും ഗ്രാഫിക്സ് അല്ല, എല്ലാം ഒറിജിനലാണ് എന്നാണ് പൃഥ്വി പറഞ്ഞേക്കുന്നത്. അപ്പൊ ചെയ്ത ആളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് സ്റ്റുഡിയോയിൽ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തത്? ആ പോസ്റ്ററിന്റെ ഒരു വർക്കൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. ഇല്ല, ജസ്റ്റ് അതിൻ്റെ ആ സ്റ്റിലിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ടച്ചപ്സ് ഉണ്ടായിരിക്കും, പിന്നെ കളർ ഗ്രേഡിങ് ഉണ്ടാവും. ആസ് ഓഫ് നൗ അതിൽ അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ട് ലൂസിഫറിന് നമ്മൾ ചെയ്തപ്പം സീനിന് എന്താണോ അതിന്റെ തന്നെ ആയിരിക്കും സ്റ്റിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ കൂടുതൽ അതെ അല്ല, ലൈക്ക് നമ്മൾ എടുക്കുന്ന ഷോട്ടിന്റെ ഒരു സ്റ്റില്ല് തന്നെ ആയിരിക്കും. ഇപ്പം സിനൻ സേവിയർ ആണ് ഫോട്ടോഗ്രാഫർ. അപ്പൊ പുള്ളി എടുക്കുന്ന സ്റ്റിൽസ് തന്നെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് ലൂസിഫറിൽ വിട്ടത്. അല്ലാതെ ഗിമിക്സോ അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും ഇതിലും. പൃഥ്വി ഡയറക്ട്ലി ഇൻവോൾവ് ആണ് പോസ്റ്റർ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലൊക്കെ, ആസ് എ പ്രൊഡ്യൂസർ ഡയറക്ടർ. അതെ, 100%. രാജുവേട്ടനാണ് അത് എല്ലാം പറഞ്ഞു തന്ന് കൃത്യം മീറ്ററിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അതെ, 100%. പുള്ളി തന്നെയാണ് ആ സ്റ്റിൽ അയപ്പിച്ചു തരുന്നതും. അത് ഏതാണ് ഇപ്പം എനിക്ക് ഹാർഡ് ഡിസ്ക് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പോസ്റ്റേഴ്സിന്റെ സ്റ്റിൽ അയച്ചു വന്നു, ആവശ്യമുള്ളപ്പോൾ സ്റ്റിൽ അയച്ചു വന്നു, നമ്മൾ വർക്ക് ചെയ്ത് അത് കൊടുക്കുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയും, അത്രേ ഉള്ളൂ. ഫൈനൽ അപ്രൂവ്. ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഉള്ള റിയാക്ഷൻ ശ്രദ്ധിച്ചായിരുന്നോ? ഏതാണ്? നമ്മുടെ എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക്. അപ്പൊ അതിൽ കുറെ ഗ്രാഫിക്സ് ഉണ്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ തോന്നിയത്? അപ്പൊ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ദീപാവലിയുടെ ഒരു തലേ ദിവസമായിരുന്നു. അപ്പൊ അന്ന് വൈകുന്നേരമാണ് ഈ പോസ്റ്റർ ഇറങ്ങുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ഓക്കെയാണ്. പക്ഷെ ഇത് ഇറങ്ങിയ നിമിഷം തൊട്ട് ഇത് ആണ്, ഇത് വേറെ സ്റ്റോക്ക് ഇമേജസ് വെച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്ന് ഭയങ്കരമായിട്ട് ഇൻബോക്സിലൊക്കെ വന്ന് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്കറിയാം എന്താണെന്നുള്ളത്, പക്ഷെ നമുക്കൊന്നും അധികം പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി ആ ദിവസം. അത് ആക്ച്വലി അത്ര നല്ല ദിവസം അല്ലായിരുന്നു. അതെ 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 അതെ. അത് ആളുകൾ വിശ്വസിച്ചില്ല. ഞാൻ ഭയങ്കര എന്തോ കോമ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ആളുകൾ കരുതി. അതാണ് അതിന് പറ്റിയത്. ആസ് എ ഡിസൈനർ വിഷമം തോന്നി. അത് അന്ന് ഫുള്ളും റിഫ്ലക്ട് ചെയ്ത് നിന്നു. നമ്മള് അന്നത്തെ ദിവസം മോക്ക് വയ്യാതായി, കാറ് കൊണ്ട് ഇടിച്ചു. ഇതിന്റെ ഇടയിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മെസ്സേജ്. മൊത്തത്തിൽ ആ ദിവസം ഞാൻ
നമ്മള് നല്ലൊരു പോസ്റ്റർ ഇറക്കിയിട്ട് ആ വഴിക്ക് വേറെ വഴിക്ക് പോയില്ലേ? അതുകൊണ്ട് ഞാനും എന്റെ ടീം ആ ദിവസം മറക്കൂല, ആണല്ലേ? ഒരിക്കലും മറക്കൂല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു പോസ്റ്റർ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ഇറക്കിയ ദിവസം അങ്ങനെ ആയിപ്പോയി. പക്ഷെ എനിക്കൊന്ന് പിന്നെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഇത് പോസ്റ്ററിൽ റിയൽ ആണ് സംഗതി. അതെ, പുള്ളി തന്നെ അത് പറഞ്ഞല്ലോ, അത് റിയൽ ആണെന്നുള്ളത്. സിനിമാക്കാരൊക്കെ ഒരുപാട് വിളിച്ച് ചോദിച്ചു കേട്ട്. അതെ, അവരവർ ചോദിച്ചു. ചിലവർ അത് കുറെ ആൾക്കാർക്ക് ഡയറക്ടേഴ്സിനും അതൊന്നും വിശ്വാസമായിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ സാധനം ചെയ്ത സമയത്ത് റിയൽ ആണോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഇപ്പോഴും ഈ സിനിമയെ പറ്റിയൊന്നും വലുതായിട്ട് നമുക്ക് അറിവില്ല. ഈ അദ്ദേഹം അയച്ചു തരുന്ന സ്റ്റിൽസ് നമ്മൾ വർക്ക് ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, ടൈറ്റിൽ വയ്ക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് ഇപ്പം പുള്ളി ഇനി പറയും എന്താണെന്നുള്ള, ഈ സിനിമ എന്താണെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവും. ബ്രീഫ് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് തരുമോ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാറുണ്ടോ പോസ്റ്റർ ഡിസൈൻ? അതെ, നമ്മൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥയുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ കഥയൊക്കെ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് കഥ അറിയാം? അതെ. അപ്പം ലൈക്ക് മൊത്തമല്ല, നമുക്കൊരു പോസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ കഥകളൊക്കെ അറിയാം. അപ്പം അത് വെച്ചിട്ട് ഒരു ബ്രീഫ് വരും. പിന്നെ എല്ലാ പോസ്റ്ററിലും അത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് പോവാം. അപ്പോൾ പിന്നെ ഫൈനൽ അപ്രൂവലൊക്കെ തരുന്നത് ഡയറക്ടർ. രണ്ടാമതൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ജന്മദിനത്തിന്. ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത്, അതും പടത്തിലുള്ള സ്റ്റില്ലാണ്. അതെ അതെ, പടത്തിലുള്ള രംഗമാണ്. അതെ അതെ, രംഗമാണോ ഇനി എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അയച്ചെന്ന് ഇതാണ്. ഓക്കെ. ആ ബർത്ത്ഡേ പോസ്റ്റർ ഉണ്ടാക്കിയത് നിങ്ങളാണ്? അതെ അതെ. അതിന് ആ പോസ്റ്ററിനെ പറ്റി പറയും. അത് ആ പോസ്റ്റർ ഇറങ്ങുന്നത് വരെ ഡയറക്ടർ തന്നെയാണ്. ഇതില് വേറെ പൃഥ്വിരാജ്. അതെ, ഫോട്ടോ അയച്ചെന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സിനറ്റ് സേവിയർ. അപ്പം പുള്ളി പറഞ്ഞിട്ട് അത് അയച്ചു തരുന്നത്. അപ്പം അതും വർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്ന വരെ ടെൻഷനാണ്. കാരണം ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഭയങ്കര വലുതാണ്. നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പം അത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാനുണ്ടാവും. അന്ന് ഇറങ്ങുന്നവരെയും ടെൻഷനായിരുന്നു എനിക്ക്. അത് എപ്പോഴാണ് ഇറങ്ങുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആ പോസ്റ്റർ നമ്മൾ ചെയ്തു കൊടുത്തു. അതിനുശേഷമുള്ള റിസപ്ഷനൊക്കെ കണ്ടിട്ട് ഭയങ്കര മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ പൃഥ്വിയുടെയാണ് ചെയ്തേക്കുന്നത്. ഇലുമിനാർട്ടിസ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് ഒരു പൃഥ്വി ഫാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നാണോ? നിങ്ങൾക്ക് ഇലുമിനാറ്റികളാണോ? അല്ല, ഇലുമിനാറ്റി അല്ല. ബേസിക്കലി നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡിസൈനിങ് പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾക്ക് സ്ട്രൈക്ക് ആവുന്ന തരത്തിലുള്ള ഒരു പേര് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ബ്രോ തന്നെ അത് ചോദിച്ചില്ലേ, ഇലുമിനാർട്ടിസ്റ്റ്. അതെ, അത് സ്ട്രൈക്ക് ആവുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ആർട്ട്, നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ട് എത്രത്തോളം ഇലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇലിമിനേറ്റ് ചെയ്ത് തരും എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് അതിന്. അങ്ങനെ പേരിട്ടാണ്. പൃഥ്വിയായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷെ പൃഥ്വിരാജ് ഫാൻ ആയിട്ടുള്ള ആനന്ദിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരും. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷനിലെ ഒരു ഡൈ ഹാർഡ് മെമ്പർ ആയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയമുഖം സിനിമയൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ ചേർന്നുള്ള പരിപാടി. അന്ന് കോളേജ് ടൈമാണ്. അപ്പൊ കോളേജിൽ അന്നുണ്ടായിരുന്ന ഒരു പൃഥ്വിരാജ് ഫാൻ ഞാൻ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് തോന്നക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അന്ന് ഈ ബിഗ് ഗംസിന്റെ ഇടയിൽ ഒരേ ഒരു പൃഥ്വിരാജ് ഫാൻ ഞാനാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഇന്ന് കാണുന്ന എല്ലാ സർക്കിൾ കൂട്ടുകാരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആ അസോസിയേഷനിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതെ, ട്രിവാൻഡ്രം ബേസ് ചെയ്താണ് എല്ലാം. എല്ലാരെയും അറിയാം, പക്ഷെ ട്രിവാൻഡ്രം ആണ് ആ കൂട്ടുകാരെല്ലാരും അതിൽ നിന്നാണ്. എത്ര വലിയ പൃഥ്വി ഫാനാണ് പുള്ളിക്ക്? ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായ ഒരു സമയമുണ്ടല്ലോ, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ അതിൽ നിന്ന് പോയി. കാരണം അവരൊക്കെ കേട്ട് അതിലൊക്കെ ഇമ്പാക്റ്റ് വന്ന് അവർ പോയി. പക്ഷെ ഞാൻ അന്നും ഇന്നും നമ്മളത് അന്നും പുള്ളിയുടെ കൂടെ നിന്നിട്ടുള്ളൂ. പുള്ളിയുടെ കൂടെ നിന്ന വളരെ ആ സമയത്ത് ഉണ്ടായ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അത്രയും നമുക്ക് കാര്യമാണ്, അത്രയും ഇഷ്ടമാണ്. അന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല. ഞാൻ പിന്നീട് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫാൻസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നുള്ളത്. അത്രേ അറിയുള്ളൂ, അല്ലാതെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും. അപ്പം എന്താണ് ആനന്ദിനെ ഒരു പൃഥ്വി ഫാൻ ആക്കിയത്? എന്താണ്? പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത്. ഇപ്പം സിനിമ
വന്ന സമയത്ത് അതെ വന്ന സമയത്ത്, അതായത് ഇപ്പം സിനിമ എൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് അന്ന് കുറച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് വേറൊരു രീതി. അപ്പം അതിനുശേഷം പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു സിനിമയെ നോക്കുന്നതും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഒക്കെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അന്നേ. അപ്പം പിന്നീടുള്ള കാഴ്ചപ്പാടുകളും പിന്നീട് ഒരു ക്യാമ്പയിൻ വന്നപ്പോഴുള്ള പുള്ളി അന്ന് എന്താണോ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ആ ഒരു നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതിയും എല്ലാം. ആദ്യമായിട്ട് കണ്ടപ്പം ചോദിച്ച് വീട്ടിലോട്ടൊക്കെ വരണമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കണ്ടാലും മേടാന്ന് വിളിച്ച് ഒരു ഷേക്കൻ തരും. എല്ലാവർക്കും ടാഗ് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇപ്പം ജനപ്രിയ നായകൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പൃഥ്വിരാജ് നിങ്ങൾ ടാഗ് ലൈൻസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു? ഇല്ല, അന്ന് സിനിമയ്ക്ക് ഇപ്പം പോക്കറ്റ് രാജയിൽ യങ് സൂപ്പർ സ്റ്റാർ എന്ന് കാണിച്ചു, അത് നമ്മൾ യൂസ് ചെയ്തു. താൻ തോന്നിയിൽ റിബൽ സ്റ്റാർ എന്ന് കാണിച്ചു, അത് നമ്മൾ യൂസ് ചെയ്തു. അത് അന്ന് സിനിമ എന്താണോ അതുപോലെയൊക്കെ വരുന്നു. അതെ, അത്ര ഇപ്പൊ ഫാൻസ് അസോസിയേഷനിലില്ല. ഉണ്ട്, ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ സൈലന്റ് മെമ്പർ. അതെ, എനിക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്ന തലേ ദിവസത്തെ പരിപാടിക്കൊന്നും അങ്ങനെ പോവാൻ സമയം കിട്ടാറില്ല. ആനന്ദിന്റെ ഒരുപാട് സിനിമകളിലെ ഏറ്റവും ടോപ്പ് ആനന്ദിന്റെ ഫേവറേറ്റ് ഒരു 5 പോസ്റ്റർ പറയാൻ പറഞ്ഞ ഏതൊക്കെ പിക്ക് ചെയ്യും? ഏതൊക്കെ സിനിമകൾ? ലൂസിഫർ, ഓക്കെ, അയ്യപ്പനും കോശിയും, ഓക്കെ, എസ്ര, ഓക്കെ, ഇപ്പൊ എമ്പുരാൻ, പിന്നെ എനിക്ക് പുഴുവിന്റെ. പക്ഷെ നമ്മൾ വരാൻ പോകുന്ന ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടൈസൺ ആനന്ദിന്റെ കമ്പനി ചെയ്ത പോസ്റ്ററാണ്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പൊ അത് ആ പോസ്റ്ററിന്റെ കഥ പറഞ്ഞുതരും. അത് ട്രിവാൻഡ്രത്തെ ഒരു ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് തന്നെയുള്ളൊരു ചേട്ടനെ പിടിച്ചു നിർത്തുകയാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ സ്റ്റോറി. എങ്ങനെയാണ് ഈ പോസ്റ്റർ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇല്ല, അത് ഒരു ബ്രീഫ് വന്നു, ഇങ്ങനെ ഒരു സംഭവം വേണമെന്നുള്ളത്. അപ്പോൾ അന്ന് കുറേ കാലം മുമ്പാണ്. അപ്പോൾ അന്ന് ഇത് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് അനൗൺസ്മെൻറ്റ് പോസ്റ്റർ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തന്നെ അത് ഫുൾ സെറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും നമ്മൾ ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് അനൗൺസും ചെയ്തത്. അതെ, അന്ന് അതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പൃഥ്വി ചെയ്യുന്ന പടമാണ്, ഹോംബാല പ്രൊഡക്ഷൻ. അപ്പൊ ഇതിന്റെ ബ്രീഫ് കിട്ടിയത് എങ്ങനെയായിരുന്നു? ഇല്ല, ഇതിന് അങ്ങനെ ബ്രീഫായിട്ടൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു പോസ്റ്റർ വേണമെന്നുള്ളതല്ലാതെ വേറെ അതിന്റെ പരിപാടി എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നേരെ നമ്മളൊരു ഓഫീസിൽ ചെന്നു, അവിടെ നിൽക്കുന്ന ഇങ്ങനെ ഒരു പോസ്റ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനൊരാൾ ഇത് എഴുതുന്ന ഒരു സാധനം. അപ്പം അത് നമ്മൾ അതേപോലെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമയുടെ കഥയോ ഒന്നും അറിയില്ല. അവിടെ തന്നെ ഒരു ചേട്ടനെ പിക്ക് ചെയ്യാൻ കാരണം എന്താ? കുറെ പേര് നോക്കി. അപ്പൊ നോക്കിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ അടിപൊളി, നമ്മൾ പറയുന്നൊക്കെ സഹകരണമുണ്ട്. അപ്പൊ ചേട്ടൻ ഒരു 10 മിനിറ്റ് ഒന്ന് നിൽക്കാമോന്ന് വെച്ചാൽ പുള്ളി നിന്നു. ഒരു പാൻറ്റിൽ കുറച്ച് കളറൊക്കെ ഇതൊക്കെ അടിച്ച് നിർത്തി. പുള്ളി അത് തിന്നു. ഒരു പുതിയ ഷർട്ട് ഉണ്ടായിരുന്നു, ആ ഷർട്ട് ചേട്ടൻ തന്നെ കൊടുത്തു. സിമ്പിൾ. അങ്ങനെ ആരും അറിയാത്ത ഒരാളാണത് അല്ലെ, ഒരു ആക്ടർ അല്ല, അല്ലേ, ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ. ഓക്കെ, അതെ. ആനന്ദിന്റെ ഓരോ പോസ്റ്റേഴ്സ് പറയും, ഓരോ സിനിമ. അതില് ആ പോസ്റ്ററിന്റെ പിന്നിൽ നടന്ന പണി എന്താണെന്ന് ആനന്ദ് പറഞ്ഞു തരണം. കുറിപ്പ് ബേസിക്കലി ഞാൻ വേറെ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുറിപ്പിൻ്റെ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് കളർ ഗ്രേഡിങ് ആണ് കുറിപ്പിന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് അന്ന് ഫുൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നത് DOP നിമിഷാണ്. നിമിഷിൻ്റെ ഒരു കളർ ഗ്രേഡിങ് പാറ്റേൺസ് ആണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ നമ്മൾ സാധാരണ ഈ ഒരുപാട് ഈ വെട്ടിപ്പുള്ള പരിപാടിയല്ല, എനിക്ക് കിട്ടിയത് അത്രയും ഒരു പഴയകാല ഫോട്ടോയുടെ ഒരു കളർ ഗ്രേഡിങ് സെറ്റപ്പിലുള്ള പാറ്റേൺ ആണ് കുറിപ്പ്. എസ്രയാണ് ആദ്യത്തെ ഹിറ്റ് പോസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ? അതെ, അതെ. അതിലാണ് പൃഥ്വി നോട്ട് ചെയ്തെന്ന് തോന്നുന്നല്ലേ? അതെ, അതിൽ തന്നെയാണ് പുള്ളി കണ്ടത്. അന്നും കുറേ മെയിനായിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു, ഡിസൈനേഴ്സ്. എന്നിട്ട് പിന്നീട് പുതിയൊരാളെ നോക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി മൂവിയുടെ ഡയറക്ടറുണ്ട് ആൽവിൻ. അപ്പോൾ ആൽവിൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് പോയി കണ്ടു. അപ്പോൾ അന്ന് രാജുവേട്ടൻ ഉണ്ടായിരുന്നു. രാജുവേട്ടനെ കണ്ട് ഞാൻ സംസാരിച്ചു. പക്ഷെ പുള്ളിക്ക് അറിയില്ല നമ്മൾ ഈ ഫാൻസിലുള്ള ആളാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ നൈസായിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഫാൻസിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആദ്യം ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. പിന്നീട് ചെയ്ത് കാണിച്ചു. പോസ്റ്റർ ഇഷ്ടപ്പെട്ടു, പോസ്റ്റർ വർക്കായി, ആ സിനിമ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം പക്ഷെ പുള്ളിയായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ഞാൻ എവിടെ നിന്നോ ഒരു നമ്പരൊക്കെ ഒപ്പിച്ചിട്ട് ഞാനൊരു മെസ്സേജൊക്കെ അയച്ചു. വെളുപ്പാങ്കലത്തൊരു റിപ്ലൈ ഒക്കെ തന്നു. ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളിയാണ് ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കുന്നത്. ഒരു കല്യാണത്തിന് ഇരിക്കുമ്പോഴാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, കോള് വരുന്നു. ഞാൻ ഇങ്ങനെ ബിരിയാണിയൊക്കെ തിന്നുകൊണ്ടിരിക്കുക കൂട്ടുകാരായിട്ട്. നോക്കിയപ്പം പൃഥ്വിരാജ്
ഞാൻ എണീറ്റ് ഓടി, ഞാൻ ഈ ഫോൺ എടുത്തുകൊണ്ട് ഓടി. ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ ഒരു സിനിമയുണ്ട് ടിയാൻ എന്നാണ്, അതൊന്ന് ആനന്ദ് വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെ തുടങ്ങിയ ജേണിയാണ് ലൂസിഫർ. ലൂസിഫറിന്റെ പോസ്റ്റർ. ലൂസിഫർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൂസിഫർ രാജുവേട്ടൻ്റെ സിനിമയ്ക്ക് മുമ്പ് എനിക്കറിയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജേഷ് പിള്ള ട്രാഫിക്കിൻ്റെ ഡയറക്ടർ, പുള്ളി അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അന്ന് ഭയങ്കര ന്യൂസായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു, എനിക്ക് ഈ സിനിമ ഡിസൈൻ കിട്ടുമോ. അന്ന് ഞാൻ ഡിസൈനിങ് ഒന്നും അങ്ങനെ മെയിൻ ഫീൽഡിൽ വന്നിട്ടില്ല. അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ടൈറ്റിലായിരുന്നു ലൂസിഫർ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു പോസ്റ്റർ കണ്ടു, ഈ സിനിമ ഇങ്ങനെ രാജുവേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലേ ഇല്ല, കാരണം നമ്മൾ ആഗ്രഹിക്കാൻ അത്ര ഇതില്ലെന്ന് കരുതി. പിന്നീട് ഒരു ദിവസം ഞാൻ പുറത്തു നിന്നപ്പോൾ ഇതേപോലെ ഒരു കോൾ വന്നപ്പം പറഞ്ഞു, ആനന്ദ് എൻ്റെ സിനിമ തുടങ്ങാൻ പോവുകയാണ്, അപ്പം അതിന് ആനന്ദ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പോകുന്ന നയൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കരുതി നയനായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചേട്ടാ ചെയ്തു തരാം. അപ്പം ഞാൻ ടൈറ്റിൽ ഞാൻ എഴുതി അയച്ചു തരാം, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ടിഷ്യൂ പേപ്പറിൽ പുള്ളി ഒരു സാധനം എഴുതി ഇങ്ങനെ അയച്ചു തന്നു. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ലൂസിഫർ. ഞാൻ സത്യം പറഞ്ഞാൽ ബോധം പോയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വൈഫ് ഉണ്ടായിരുന്നു, വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സിനിമയാണ് വിളിച്ച് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല. അത് ആഗ്രഹിച്ച സാധനം, അതെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ആ ടൈറ്റിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, അത് വന്നു എൻ്റെ അടുത്ത്. അതെ, ടിഷ്യൂലാണ് എഴുതി തന്നത്. അതെ, ടിഷ്യൂ പേപ്പറില്ല പുള്ളി. അതിങ്ങനെ പുള്ളി പേര് പറഞ്ഞില്ല, ഇങ്ങനെ ലൂസിഫർ എന്ന് എഴുതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു. ഈ ഡിസൈനിങ് ഫീൽഡ് എങ്ങനെയുണ്ട് സിനിമയിൽ? അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പം അതിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവും. അതെ, ആനന്ദിന്റെ ടിപ്സ് എന്തൊക്കെയാണ്? ടിപ്സ് വരണോ അല്ല, ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലോട്ട് വരുന്നത് വെച്ചാൽ ഫാൻ മെയ്ഡ് ഡിസൈൻസ് ചെയ്താണ്. അന്ന് ഈ ഓർക്കൂട്ടും ഫേസ്ബുക്കൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ അന്ന് അച്ഛൻ വാങ്ങി തന്ന കമ്പ്യൂട്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഈ പഠിച്ചതും. പിന്നീട് ഈ ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് ബിഗ് ബിയുടെ പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നിയൊരു സമയമുണ്ട്. അങ്ങനെ ഈ കുറേ സ്റ്റിൽസൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്ത് നോക്കും, പക്ഷെ എന്നാലും പ്രോപ്പറായിട്ടൊന്നും നടന്നില്ല. അപ്പോഴാണ് ഈ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായത്. നമുക്ക് ഈ ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിൽസ് കിട്ടും. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സ്റ്റിൽസ് രാജുവേട്ടൻ്റെ സ്റ്റിൽസാണ്. ഓരോ സിനിമയ്ക്കും സ്റ്റിൽസ് കിട്ടും. ആ സ്റ്റിൽസ് എടുത്തിട്ട് ഞാൻ പണിഞ്ഞ് ഫാൻ മെയ്ഡ് സാധനങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ തന്നെ ആരെങ്കിലും ഫാൻ മെയ്ഡ് ചെയ്തിടുമ്പോൾ ഉള്ള ഫാൻ മെയ്ഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം ആണ്. അതെ, ഡിസൈനർ പ്രോപ്പർ ഡിസൈനർ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്ടർ അഭിപ്രായം പറയും, പ്രൊഡ്യൂസർ പറയും, സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. ഞാൻ ഫാൻ മെയ്ഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയാൻ ആരുമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം അങ്ങനെ കുറേ പേര് കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആ ഫ്ലോയിലായത് അങ്ങ് പോയത്. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫാൻ മെയ്ഡ് ചെയ്യുന്നത് പോലെ എളുപ്പമല്ല നമ്മളൊരു പ്രോപ്പർ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ. അതിന് നമ്മൾ കുറേ പേരെടുത്ത് സംസാരിക്കാനുണ്ട്, കുറേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൂടെ ഇതിൽ മെയിനായിട്ട് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ രീതിയാണ് പോസ്റ്റർ. ഇപ്പം ഞാൻ പുറത്ത് നിന്ന് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കില്ല അകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് ഇത് പോസ്റ്റർ. എനിക്ക് ഓൺ ടൈമിന് നമ്മൾ വർക്ക് കൊടുക്കണം. സിനിമയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന സാധനം കറക്റ്റ് ടൈമിലല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നം വരും. അതുകൊണ്ട് ഓൺ ടൈമിന് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാൽ, നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പോഴും സ്കോപ്പുണ്ട്. സൂപ്പർ. സിനിമ ഹിറ്റാവുന്നതിന് മുന്നേ ഹിറ്റാവുന്നതാണ് പോസ്റ്റർ. അതെ, പോസ്റ്റർ ഹിറ്റായി കഴിഞ്ഞാൽ ഡിസൈനർക്ക് എന്തൊക്കെയാണ് സന്തോഷം? സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. നമ്മൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നുള്ളതിനുപരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണല്ലോ. അപ്പം നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും. എല്ലാ സിനിമയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല, സ്റ്റിൽസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സ്റ്റിൽസ് ഉണ്ടാവാം, പക്ഷേ വേറെ കുറേ ക്രിയേറ്റീവ് അഭിപ്രായങ്ങളും എല്ലാം എടുത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമയിലെ ഡിസൈനിങ് വർക്ക് എങ്ങനെ വരുന്നത് ശരിക്കും? ഒരു നിങ്ങളുടെ കമ്പനിയുടെ അടുത്തേക്കാണെങ്കിലും ആനന്ദിൻ്റെ അടുത്തേക്കാണെങ്കിലും ഇതെങ്ങനെ വർക്ക് ചെയ്യണേ? നമ്മൾ അങ്ങോട്ട് പിച്ച് ചെയ്യണോ ഒരു സിനിമ റിലീസാവാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട്, അതോ നമുക്ക് അത് വർക്ക് വന്നുകൊണ്ടേയിരിക്കും? എൻ്റെ ഇനിഷ്യലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹിറ്റ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അടുത്ത സിനിമയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും തപ്പിയെടുത്ത് വിളിക്കും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ്. നമുക്ക് സിനിമ കുറയുമല്ലോ, വർക്ക് കുറയുമല്ലോ, നമ്മളെ ക്രിയേറ്റിവിറ്റിയൊക്കെ അല്പം കുറഞ്ഞെന്നൊക്കെ ആളുകൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ തപ്പി അങ്ങോട്ട് പോയി വിളിക്കണം. അതിലാണ് കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമ കിട്ടിയിട്ടേ നമുക്കും കാര്യമുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്തെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് പോസ്റ്റർ നല്ലതാണെങ്കിലും റീച്ച് ഉണ്ടാവില്ല. പക്ഷെ ഒരു പൃഥ്വിരാജ് ചിത്രം, ഒരു ഹൊറർ സിനിമ വന്നപ്പോൾ അത് പോസ്റ്റർ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് ആ റീച്ച് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് മെയിൻ സിനിമകൾ വരുന്നത്.
ഇപ്പോഴും ലൂസിഫർ തന്നെയാണ് ഇപ്പം. Best. അതെ, കാര്യം ലൂസിഫറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേറെ കന്നഡ മൂവീസിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഒരു മെയിൻ കീ പോയിന്റ് ഒരു ലൂസിഫർ ആണ് ഇപ്പോഴും. അതെ, ലൂസിഫറിന് ശേഷം ആസ് എ ഡിസൈനർ റേഞ്ച് മാറിയോ? ഒരുപാട് വർക്ക് കിട്ടി, അതാണ് സത്യം. നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഡിസൈനിങ് ആയിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു, ഒരുപാട് ചെയ്തു. സിനിമയാണ് കൂടുതൽ. സിനിമ തന്നെയാണ്. അപ്പം ഈ നമ്മൾ പണ്ട് നാട്ടിലിരിക്കുമ്പോൾ ചെറിയ ലോക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യും അവിടുത്തെ. പക്ഷെ അവരൊക്കെ പിന്നീട് വരാതായി. കാരണം നമ്മൾ ഒരുപാട് കാശ് ചോദിക്കുമോ, ഇത് ചെയ്ത ആളായോണ്ട്. അതെ 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 അതെ. അപ്പൊ ഈ ചെറിയ അവരോട് എന്താ പറയാനുള്ളത്? വരണോ, കൊണ്ടുവാ, അതാണ് അവസ്ഥ. അല്ല, അങ്ങനെയല്ല, അവർ തെറ്റിദ്ധാരണയാണ്. നമ്മൾ സിനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അല്ലാത്ത വർക്കുകൾക്കും അത് കൊണ്ടുവരുമോ എന്നുള്ള പേടി നോർമലി അവർക്കുണ്ട്. ആനന്ദിന്റെ അടുത്തേക്ക് സാധാ വർക്കായിട്ട് വരാൻ മടി, പേടി. ലൈക്ക് ചെറിയ ചെറിയ വർക്കുകൾ. പക്ഷെ ഞാൻ ലൂസിഫറിന്റെ ഡിസൈനറുടെ ചാർജ് കൂടിയോ എന്നുള്ള പേടി ഉണ്ടാവും ഭയങ്കര. അതുണ്ടാവും. അങ്ങനെയല്ല, ശരിക്കും നമ്മൾ ഓരോ ഡിസൈൻ പാക്കേജിന് അതിന്റെ റേറ്റ് ഉണ്ട്. സിനിമയ്ക്ക് വേറെ, ലോക്കൽ അഡ്വർടൈസ്മെന്റ് വേറെയാണ്. അത് ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. എന്നാലും ഇത് ഞാൻ പറയും, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയടേ ഒരുപാട് കത്തി റേറ്റ് ഒന്നും ലൂസിഫർ ചെയ്യുന്നോണ്ടില്ല അല്ലെ? അതെ. ഓക്കെ. ഐഡിയ വരാൻ സമയം എടുക്കുന്ന പോസ്റ്റേഴ്സ് ഉണ്ട്? ഐഡിയ വരാൻ സമയമെടുക്കുന്നത് ഇപ്പം ഫസ്റ്റ് മൂവി എസ്രയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്ര നമ്മളെ സംബന്ധിച്ചോളം ഗോൾഡൻ അവസരമാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആലോചിക്കും. മനസ്സിലായില്ലേ? ഒരുപാട് ആലോചിക്കും നമ്മൾ, ഇതെന്തായിരിക്കും, എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എസ്ര ആയിരിക്കും ആ തോട്ട് പ്രോസസ്സിൽ കൂടുതലായിട്ട് വന്ന സാധനം. സിമ്പിളായിട്ട് കിട്ടി എന്നാൽ ഭയങ്കര ഹിറ്റായി, അങ്ങനത്തെ പോസ്റ്റർ ഉണ്ടോ? ഇപ്പം എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ചില പോസ്റ്റേഴ്സൊക്കെ ഞാൻ വർക്ക് ചെയ്ത ചില പോസ്റ്റേഴ്സ് ഇലക്ഷൻ ക്യാമ്പയിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലാലേട്ടൻ ജീപ്പിലിരിക്കുന്ന ഒരു സ്റ്റില്ലുണ്ട് ലൂസിഫറിൽ. അതിലേതോ ഒരു പൊളിറ്റീഷ്യന്റെ മുഖം വെട്ടി വെച്ചിട്ട് അവരെ ക്യാമ്പയിന് ഉപയോഗിച്ചു. കടുവയ്ക്ക് പൃഥ്വിരാജ് ജീപ്പിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു സ്റ്റില്ലുണ്ടായിരുന്നു, അതും കുറെ ഇലക്ഷൻ ക്യാമ്പയിന് പോയി. അതെ, ഈ അയ്യപ്പനും കോശിയുടെ പോസ്റ്റർ എടുത്തിട്ട് ഡേവിഡ് വാർണർ ഒരു ഏതോ ഒരു ക്രിക്കറ്റ് ലീഗിന് സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തലയൊക്കെ വെട്ടി പുള്ളി തന്നെ ആ പോസ്റ്റർ ഉപയോഗിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ പോസ്റ്റർ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ചില ബസ്സുകളിലൊക്കെ നമ്മൾ ചെയ്ത വർക്ക് അതേപോലെ അവർ തന്നെ വരച്ചൊക്കെ വയ്ക്കുന്നത് കാണുമ്പം, ചില ഫോൺസ് അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. നമ്മുടെ പോസ്റ്റർ നാട്ടില് അതെ സോഷ്യൽ മീഡിയയിലും കാണും. അതെ അതെ, അടിപൊളി. ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ഭയങ്കര പ്രതീക്ഷയുള്ള ആനന്ദ് ഉറ്റു നോക്കുന്ന പോസ്റ്റർ ഏതെങ്കിലും ഉണ്ടോ? എന്റെ ഇനി അൾട്ടിമേറ്റ് എമ്പുരാനാണ്. അതെ, എമ്പുരാൻ ഇനി പോസ്റ്ററുകൾ വരാനുണ്ടോ? അല്ല, ഇപ്പം ഷൂട്ടൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹാർഡ് ഡിസ്ക് അവർ തരുമല്ലോ, അപ്പോഴേ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാൻ പറ്റും. അതെ, ഫോട്ടോസിന്റെ ഹാർഡ് ഡിസ്ക് വരും, എന്നിട്ടേ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാൻ പറ്റും. അതുവരെ ഇപ്പം പിക്ക് ചെയ്യാൻ പറ്റുമോ ഫോട്ടോസ്? അതെ, നമ്മൾ തന്നെയാണ് അത് സോർട്ട് ചെയ്യുന്നതും അത് അപ്രൂവൽ എടുക്കുന്നതും. എന്നിട്ട് ഓരോരോ എല്ലാ സിനിമയ്ക്കും ഇങ്ങനെയാണ് അവിടെ? അതായത് രണ്ട് രീതിയാണ്. ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കും, അതായത് ഈ ആർട്ടിസ്റ്റിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റിൽ വെച്ചിട്ട് അവരെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിൽ അത് അവർ നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന ഫോട്ടോസ്, ഇതിലേതുവാണോ നമുക്ക് വർക്ക് ചെയ്യാം. സിനിമ കഴിയുമ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് തരും, നമുക്ക് അതിൽ നിന്ന് നല്ല സ്റ്റിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. അപ്രൂവലിന് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതെ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ, പോസ്റ്റർ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ. അതെ, അപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ ഒരു പോസ്റ്ററിൽ എന്തൊക്കെ വേണം? നമ്മളൊരു സിനിമ പോസ്റ്റർ കാണുമ്പം ഫസ്റ്റ് വരേണ്ടത് വാവ് എന്നുള്ള വാക്കാണ്. അടിപൊളി, കൊള്ളാം. അപ്പോൾ അത്രയും ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ രണ്ട് രീതിയുണ്ട്. ഒന്ന്, നമ്മളൊരു സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്യണമെങ്കിൽ അത്തരം ക്രിയേറ്റീവ് പരിപാടികൾ നോക്കണമെന്നില്ല. നമ്മുടെ ഹൈലൈറ്റ് എന്താണെന്ന് പറയുന്നത് ആ നായക നടനായിരിക്കും. പുള്ളിയെ ഹൈലൈറ്റ് ചെയ്തൊരു കിടിലൻ പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് സിമ്പിൾ, നമുക്ക് നടത്താം. ഇത് മാത്രം മതി ഒരു വാവ് പോസ്റ്റർ ഉണ്ടാക്കാൻ. രണ്ടാമത് ഒരു ഹൊറർ സിനിമയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സിനിമയോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ടൊക്കെ ആണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും. ഇതിൻ്റെ തോട്ട് പ്രോസസ്സാണ്. പിന്നെ തോട്ട് പ്രോസസ്സ് മാത്രമല്ല, നമ്മളെല്ലാവരും റെഫറൻസുകൾ നോക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആ റെഫറൻസ് നോക്കുമ്പോഴായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നത്. ഇങ്ങനെ എന്തായാലും കാണുമ്പോൾ ഞെട്ടണം, അത്രേ ഉള്ളൂ. ആദ്യം ഡയറക്ടറും പ്രൊഡ്യൂസറും നെട്ടണം, എന്നാലേ ചിലപ്പോൾ ബാക്കിയുള്ളവർ നെട്ടാൻ ചാൻസ് ഉള്ളൂ. സൂപ്പർ. അപ്പോൾ അയ്യപ്പനും കോശിയും ആനന്ദ് ചെയ്ത പോസ്റ്ററാണ്. അതെ അതെ
ഇലുമിനാർട്ടിസ്റ്റ് ചെയ്ത പോസ്റ്റർ. അന്ന് കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല, എന്റെ പേര് തന്നെ ആനന്ദ് എന്നുള്ള പേരിലാണ് ചെയ്തത്. ഇപ്പോഴാണ് കമ്പനി. അതെ അതെ അതെ. ഓക്കെ. അന്ന് ഡയറക്ടർ സച്ചി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരുന്നു? ബ്രീഫൊക്കെ എന്തായിരുന്നു? ആരോ ഉണ്ടായിരുന്നു മുമ്പേ, ഏതൊരു ഡിസൈനർ ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പോയ സമയത്താണ് എനിക്ക് കൺട്രോളർ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സച്ചേട്ടനെ വിളിക്കുകയാണ്. അപ്പം സച്ചേട്ടനെ വിളിച്ചപ്പോൾ സച്ചേട്ടൻ പറഞ്ഞിടാ നീ എറണാകുളം വരെ ഒന്ന് വരണം, നിനക്ക് ഞാൻ സിനിമ കാണിച്ചു തരാം, എന്നിട്ട് നീ പോസ്റ്റർ ചെയ്താൽ മതി പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു റഫ് എഡിറ്റ് ഒരു പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്ത് പുള്ളിയുടെ ഒരു സ്റ്റുഡിയോയിലാണ് പോയത്, എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് നീ കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോകലടാ മോനെ. അങ്ങനെയായിരുന്നു ഞാൻ സിനിമ കണ്ടു. റഫ് എഡിറ്റാണ്. അപ്പോൾ ഫുള്ള് സിനിമ കണ്ടിട്ട് ഞാൻ പുള്ളിയെ കണ്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇത് ഉറപ്പായിട്ടും ഹിറ്റാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ, കാര്യം നമ്മുടെ ടെക്നീഷ്യന്മാരല്ലാതെ ഫസ്റ്റ് വരുന്ന ഒരു റിവ്യൂ നിന്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു. അത് ഫസ്റ്റ് റിവ്യൂ എൻ്റെ വകയാണ്. എന്നിട്ടാണ് പുള്ളി ഈ ബ്രീഫ് തരുന്നത്, ഇതിൻ്റെ എങ്ങനെ വേണം, ഇതിൻ്റെ ഒരു ഇവരുടെ തമ്മിൽ ഈഗോ വെച്ചിട്ടുള്ള പരിപാടി, ഫേസ് ഓഫ്, അങ്ങനെയാണ് ആ സിനിമയുടെ പ്രോസസ്സ്. ഫസ്റ്റ് ഐഡിയ വന്നത് എന്താണ്, എന്ത് ചെയ്യണം ഐഡിയ വന്നത്? ഇല്ല, അതിനകത്തുള്ളൊരു സീനുണ്ടല്ലോ, ഇപ്പം രാജോട്ടൻ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നു, പുള്ളി ബാക്കിൽ നിന്ന് അത് വെച്ചിട്ട് ഫസ്റ്റ് ലുക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ കുറേ സ്റ്റിൽസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സീനിന് അല്ലാതെ തന്നെ പോസ്റ്ററിന് വേണ്ടിയിട്ട് കുറേ സ്റ്റിൽസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് നമ്മൾ ആ ക്യാമ്പയിൻ പോയത്. അപ്പോൾ അതിനകത്ത് ആ പോസ്റ്റർ 2-3 സ്ഥലത്ത് തലയൊക്കെ വിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഡേവിഡ് വാർണർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലീഗ് മാച്ചിനൊക്കെ, അങ്ങനെയൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതെ, പോസ്റ്ററിൽ ടൈറ്റിലിങ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ നോട്ട് ചെയ്യുന്ന. ഓരോ തവണയും വ്യത്യസ്തമായിരിക്കണം, പടത്തിന്റെ ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവണം. ടൈറ്റിലിംഗ് നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത്. അതെ, സിനിമയുടെ ഫസ്റ്റ് ഒരു സിനിമ നമ്മളെ ഒരു ടീം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് വെരി ഫസ്റ്റ് വേണ്ടത് ടൈറ്റിലാണ്, ടൈറ്റിൽ ഡിസൈനാണ്. ടൈറ്റിൽ ഡിസൈൻ ഫിക്സ് ചെയ്തിട്ട് മാത്രമേ പോസ്റ്ററിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ടൈറ്റിൽ ഡിസൈനിന് വേണ്ടിയിട്ട് ഔട്ട്ലൈൻ പറഞ്ഞു തരുന്നവരുണ്ട്. ചിലപ്പോൾ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ചിലർ 2 വരിയിൽ കഥ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും നമ്മൾ അതിൻ്റെ പാർട്ടാവോ ഇല്ലേ എന്നുള്ള വിശ്വാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ 2 വരിയിൽ പറഞ്ഞിട്ടും ചിലർ സ്ക്രിപ്റ്റ് അയച്ചു തരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പം ടൈറ്റിലാണ് ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഒരു സിനിമയ്ക്ക് സൂട്ടാവുന്ന തരത്തിലുള്ള ടൈറ്റിൽസ് നമ്മളത് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് സമയം ചിലപ്പോൾ നമ്മൾ എടുത്തത് ലൂസിഫർ ആയിരിക്കും. ലെറ്റേഴ്സ് തിരിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. പക്ഷെ അത് പൃഥ്വി എഴുതുന്നല്ലോ. അതെ അതെ, അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നില്ല. വ്യക്തമായിട്ട് മുരളിച്ചേട്ടനും രാജുവേട്ടനും ഒക്കെ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞു തന്നിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇപ്പം എത്ര ചെയ്തപ്പം ഒരു ഡിബുക്ക് ബോക്സ് ഉണ്ട്, ആ ഡിബുക്ക് ബോക്സിന്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഇട്ടിട്ടാണ് ചെയ്തത്. അതൊക്കെ നമുക്ക് തോന്നുന്ന ഐഡിയ ആണ്. കാര്യം നമുക്ക് ഒരു ചെറിയൊരു കഥ അറിയാമല്ലോ. അപ്പം നമ്മളത് അവർക്ക് അയക്കും, അവർ ഓക്കെ ആവും. പിന്നെ ചില സിനിമയ്ക്ക് നമുക്ക് ഒരുപാട് എലമെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ചില സിനിമയ്ക്ക് ഫോണ്ട് മാത്രമായിരിക്കും. ഇപ്പോൾ കുരുതി സിനിമയുടെ ഫോണ്ടൊക്കെ ആ കഥ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് അവർ നോക്കുമ്പോൾ ആ ടൈറ്റിലിൽ ഇവരുടെ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ അപ്രൂവ് ആവും. താങ്ക് യു ആനന്ദ്. പോസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്നു പറഞ്ഞു തന്നതിന്, സിനിമയിലെ പോസ്റ്ററുകളെ പറ്റി, ആനന്ദിന്റെ പോസ്റ്ററിനെ പറ്റിയും പറഞ്ഞതിന്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.